എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും. ഇന്നത്തെ കാലത്താണെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തതന്നെ മാൻ മിസ്സിങ്ങിനായിരിക്കും പരാതി കൊടുക്കുക. കാരണം യേശുവിനെ കാണാനില്ല. അതാണ് ഇന്നത്തെ ഗോസ്പലിൻ്റെ ബേസ്. സിനഗോഗിൽ യേശു പിശാചിനെയൊക്കെ പുറത്താക്കി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പത്രോസ് പതുക്കെ പോയി ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകണം. അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ്, ഒന്നൊന്ന് വീട്ടിൽ വന്ന് നിന്നാൽ കൊള്ളായിരുന്നു. കാരണം യേശു ഒത്തിരിയേറെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് പത്രോസ് കാണുന്നുണ്ടല്ലോ. അങ്ങനെ യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ്. യേശുവിൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. വളരെ പൂർണ്ണ ആരോഗ്യവതിയായി. അതാണ് നമ്മൾ അടുത്ത വചനത്തിൽ വായിക്കുന്നത്. അവൾ അവരെ ശുശ്രൂഷിച്ചു. കാര്യം പതുക്കെ പതുക്കെ അസുഖം മാറിയെന്നല്ല, അവൾ അത്രയും ആരോഗ്യവതിയായി അവൾ ശുശ്രൂഷിച്ചെന്നാണ്. എന്ന് വെച്ചാൽ യേശു ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു സന്തോഷം, അസുഖം മാറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇതെല്ലാം കൊണ്ട് അവൾ പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകണം. പെട്ടെന്ന് ചോറൊക്കെ വയ്ക്കാമെന്നൊക്കെ കരുതി അടുക്കളയിലൊക്കെ പോയി ഓടി നടക്കുന്നുണ്ടാവും. അപ്പോൾ യേശുവിന് വീട്ടിൽ പോയതിൻ്റെ സന്തോഷത്തിലും അവരുടെ സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് അവിടെ സംസാരിച്ചിരുന്നു. പിന്നെ ഗോസ്പലിൽ നമ്മൾ വായിക്കുന്ന വൈകുന്നേരമായെന്നാണ്. വൈകുന്നേരമായപ്പോൾ യേശു പത്രോസിൻ്റെ വീട്ടിലുള്ള കാര്യം നാട്ടുകാരൊക്കെ അറിഞ്ഞു. നോക്കിയപ്പോൾ നാട്ടുകാരൊക്കെ തടിച്ചുകൂടി പത്രോസിൻ്റെ വീടിൻ്റെ ചുറ്റും. അവിടെ കുറേ രോഗികളുണ്ട്, കുറേ പിശാച് ബാധിതരുണ്ട്, അങ്ങനെ കുറേ മനുഷ്യരാണ്. എല്ലാവർക്കും സൗഖ്യം വേണം. പത്രോസിൻ്റെ വീട്ടിലെ ചുറ്റും വന്ന എല്ലാവർക്കും യേശു സൗഖ്യം കൊടുത്തു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ കഥ പറയാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശു രാവിലെ മുതൽ പത്രോസിൻ്റെ വീട്ടിലാണ്. പത്രോസിൻ്റെ വീട്ടിൽ രോഗിയുണ്ടായിരുന്നു. ആ വീടിനകത്തുള്ള ഒരു അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു. വൈകുന്നേരമായപ്പോൾ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി. അവിടെയും കുറേ രോഗികളും കഷ്ടപ്പാടും സങ്കടമുള്ളവരൊക്കെ, അവരെല്ലാവരും സുഖപ്പെടുത്തി. ഇന്നെവിടെയാണ് പത്രോസിൻ്റെ വീട്? ഇന്ന് പത്രോസിൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയാണ്. ഇന്ന് നാം ആയിരിക്കുന്ന സഭയാണ് പത്രോസിൻ്റെ വീട്. അങ്ങനെയാകുമ്പോൾ ആ വീട്ടിലാണ് ഇന്ന് നമ്മളൊക്കെ ആയിരിക്കുന്നത്. നമുക്കും രോഗങ്ങളുണ്ട്, നമുക്കും സങ്കടങ്ങളുണ്ട്, നമുക്കും ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒരു കാര്യം വളരെ ക്ലിയറാണ്, പത്രോസിൻ്റെ വീട്ടിൽ യേശുവുണ്ട്, സഭയിൽ യേശുവുണ്ട്. നമ്മളവിടെ ആയിരുന്നാൽ മാത്രം മതി, അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തും. നമ്മളുടെ മാനസികവും ശാരീരികവുമായ എല്ലാത്തിനും കഥ പറയാൻ ഈ ഭവനത്തിലായിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ആരെങ്കിലുമൊക്കെ വീട്ടിനകത്തില്ലെങ്കിലും കുഴപ്പമില്ല, വരാനൊരു മനസ്സ് കാണിച്ചാൽ മതി. എങ്ങോട്ട്? പത്രോസിൻ്റെ വീട്ടിലേക്ക്, സഭയിലേക്ക്. സഭയിൽ ക്രിസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കിയവർ ആ സഭയിലേക്ക് വരണം. പത്രോസിൻ്റെ വീട്ടിൽ യേശു ഉണ്ടെന്ന് മനസ്സിലാക്കിയവർ ആ വീടിൻ്റെ അടുത്തേക്ക് വരണം. അവിടെ യേശു സുഖപ്പെടുത്തും. നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിലൊക്കെ എവിടെയൊക്കെ ഒരു കാറ്റഗറി പെടുന്നുണ്ട്. ഒന്നെങ്കിൽ സഭയിൽ നമ്മൾ വളരെ ആക്റ്റീവാണ്, അതല്ലെങ്കിൽ സഭയിൽ നിന്ന് ഉണ്ടായിട്ടും അല്പം മാറി നിൽക്കുന്ന ചിലരെയൊക്കെ നമുക്കറിയാം. പള്ളിയിൽ വരാത്തവർ, ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് അകൽച്ച കാണിക്കുന്നവർ, ഇവരെയൊക്കെ പത്രോസിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവരണം, സഭയുടെ അടുത്തെങ്കിലും കൊണ്ടുവരണം. ഇങ്ങനെ ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പുതിയ അനുഭവവും പുതിയ കഥയും പറയാനുണ്ടാകും. സ്നേഹമുള്ളവരെ, ഒരു വല്ലാത്ത വേദനയിലൂടെയും സങ്കടത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ പത്രോസിൻ്റെ ഭവനത്തിലേക്ക്, സഭയിലേക്ക് വരിക എന്നുള്ളതാണ്. സഭയിൽ സജീവമായി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഭയിലായിരിക്കുമ്പോൾ നമുക്ക് സൗഖ്യത്തിൻ്റെ കഥ പറയാനുണ്ടാകും. അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ കിട്ടി. ഉടനെ യേശു പെട്ടെന്ന് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. നേരെ പ്രാർത്ഥിക്കാനായിട്ട് പോയി. എന്നിട്ട് ഒറ്റയ്ക്ക് അവിടെ തന്നെയായിരുന്നു. ആരോടും പറയാതെയാണ് പോയത്. നോക്കുമ്പോൾ ശിഷ്യന്മാർക്കും അറിയില്ല യേശു എവിടെയാണെന്ന്. പിന്നെ അവരന്വേഷിച്ചു തുടങ്ങി. അന്വേഷിച്ചപ്പോൾ മാൻ മിസ്സിംഗ് ആണ്, യേശുവിനെ കാണാനില്ല. അവരന്വേഷിച്ച് അവസാനം എന്തായാലും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞെത്തുമ്പോൾ ആ വിജന സ്ഥലത്ത് യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ പറയുന്നൊരു വാക്ക് വളരെ മനോഹരമാണ്. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്, വാ പോവാം. എങ്ങോട്ടേക്ക്? പഴയ സ്ഥലത്തേക്ക് തന്നെ വാ. അപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെ വരാനൊന്നും പറ്റില്ല, നമുക്കിനി അടുത്ത പട്ടണത്തിലേക്ക് പോകണം, വാ നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, യേശു പുതിയ ടീച്ചിങ്ങാണ് നൽകുന്നത്. സഭയ്ക്കുള്ളിലുള്ളവർക്ക് മാത്രമല്ല യേശു, സഭയ്ക്ക് പുറത്തുള്ളവർക്കും യേശുവുണ്ട്. അവർക്കും യേശു വലിയൊരു സാധ്യതയാണ്. ക്രൈസ്തവരായ നമുക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തു, ക്രൈസ്തവരല്ലാത്തവർക്ക് വേണ്ടിയും ക്രിസ്തുവുണ്ട്. അതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ പഠിപ്പിച്ചത്. ഔട്ട് ഓഫ് ദ ചർച്ച് ദെർ ഈസ് സാൽവേഷൻ. സഭയ്ക്കുള്ളിൽ മാത്രമല്ല, സഭയ്ക്ക് പുറത്തും രക്ഷയുണ്ട്. ഈ സഭയെ അറിഞ്ഞവർ സഭയ്ക്കുള്ളിലായിരിക്കണം, അത് വളരെ പ്രധാനമാണ്. ഇനി സഭയ്ക്ക് പുറത്തായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കും യേശു സമീപസ്ഥനാണ്, അവരിലേക്ക് യേശു ഇറങ്ങിച്ചെല്ലും. അതാണെന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഈ ലോകത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരിലേക്കും ജീവിതം കൊണ്ട് ക്രിസ്തുവിലേക്ക് എത്തിക്കുക. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ മനോഹരമായൊരു പാഠമാണ്. നമ്മളൊക്കെ പത്രോസിൻ്റെ വീട്ടിൽ സജീവതയോടെ നിൽക്കണം.
അല്ലെങ്കിൽ എൻ്റെ മുറ്റത്തെങ്കിലും വരാന്തയിലെങ്കിലുമൊക്കെ അവിടെ നിന്നോളാം. സൗഖ്യത്തിൻ്റെ കഥ പറയാനുണ്ടാവും. ഇനി ആരെങ്കിലുമൊക്കെ സഭയിൽ അംഗമല്ലാത്തവരുണ്ടെങ്കിൽ പേടിക്കണ്ട, അവരെ തേടി കർത്താവ് പറഞ്ഞോളും, എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകണം, ഞാൻ അവരെ തേടി പൊയ്ക്കോളാം. നമ്മുടെ ദൈവം എല്ലായിടത്തും ഉണ്ടെന്നേ. വെറുതെ ആ മുറ്റത്തെങ്കിലുമൊക്കെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയാൽ മതി, മനസ്സ് കാണിച്ചാൽ മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണുവന്നവനെ, ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണുവന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ, എൻ്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ. ശാപരോഗമേറ്റവനെ, പാപമായി തീർന്നവനെ, ശാപരോഗമേറ്റവനെ, പാപമായി തീർന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ, എൻ്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ. എൻ്റെ രോഗം നീ വഹിച്ചു, എൻ്റെ ശാപം നീക്കി മുറ്റും, എൻ്റെ രോഗം നീ വഹിച്ചു, എൻ്റെ ശാപം നീക്കി മുറ്റും, നിനക്കായിട്ടെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം, നിനക്കായിട്ടെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ, എൻ്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ.
സ്വീകരിക്ക എന്നെ ഇന്ന് ആത്മദേഹിദേഹത്തെയും സ്വീകരിക്ക എന്നെ ഇന്ന് ആത്മദേഹിദേഹത്തെയും തരുന്നു നിൻ കൈകളിൽ തീർക്ക എന്നെ നിന്റെ ഹിതം പോൽ തരുന്നു നിൻ കൈകളിൽ തീർക്ക എന്നെ നിന്റെ ഹിതം പോൽ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എൻ്റെ